ശ്രീ പി എസ് ആൻഡസ്, പറയൂ. ഈ പി എം ശ്രീയിൽ നിന്നുള്ള പിന്മാറ്റമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പി എം ശ്രീയെ എതിർക്കുന്നത്? പി എം ശ്രീയെ എതിർക്കുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു എതിർപ്പാണ്. ഒന്ന്, ഏറ്റവും പ്രധാനം, നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളുകളും അതുപോലെ തന്നെ ഈ പി എം ശ്രീ പദ്ധതി മുന്നോട്ട് വെക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള അതുപോലെ തന്നെ കായികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കേന്ദ്രം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള സ്കൂളുകളെ മെച്ചപ്പെടുത്തുന്നതിന് എന്നുള്ള ഒരു അഭിപ്രായമാണ് ആദ്യം മുന്നോട്ട് വെച്ചത്. ആ അഭിപ്രായത്തെ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന വിദ്യാർത്ഥി സംഘടനാ യോഗത്തിൽ അത് കൃത്യമായി ഞങ്ങൾ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല എന്ന അഭിപ്രായം കൃത്യമായി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ സംഘടനയുടെ പേരാണ് AESF. നമുക്കറിയാമല്ലോ, ഈ കേൾക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വാചകങ്ങളാണെങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആശങ്കയുണ്ട്. AESF അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കൃത്യമായ ആശങ്കയുണ്ട്. ഇപ്പൊ സമീപ ദിവസത്തിലാണ് BJPയുടെ മുൻ അധ്യക്ഷൻ ഈ K സുരേന്ദ്രൻ പറഞ്ഞത്, ഹെഡ്കേവാറിന്റെയും ഗോൾവാൾക്കറിന്റെയും ചരിത്രമെല്ലാം ഞങ്ങളിപ്പോ ഈ പറയുന്ന പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന്റെ കരിക്കുലത്തിൽ പാഠ്യ വിഷയമാക്കി മാറ്റും എന്ന് ഉള്ളൊരു പ്രസ്താവന നടത്തിയത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നേരത്തെ NCERT പാഠഭാഗങ്ങളിൽ വരുത്തിയ വെട്ടിത്തിരുത്തലുകൾക്ക് സമാനമായ വെട്ടിത്തിരുത്തലുകൾ ഭാവിയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പി എം ശ്രീ നടപ്പിലാക്കുന്നവർ ഉണ്ടാകും എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾ പല ഘട്ടങ്ങളിലായി പങ്കുവച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയപ്പെടുന്ന പി എം ശ്രീ പദ്ധതി കേരളത്തിൽ ഒപ്പുവെക്കാൻ പാടില്ല എന്ന നിലപാടിലേക്ക് AESF പോയത്. യെസ്, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ SFIയും ASFും ഒക്കെ വളരെ സംയുക്തമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണല്ലോ. ഒരാളുടെ പേര് പറയാം. SFIയുടെ ദേശീയ പ്രസിഡന്റാണ് ആദർശ് എം സജി. അദ്ദേഹം എവിടെയാണ് പഠിക്കുന്നതെന്ന് താങ്കൾക്കറിയാമോ? ആദർശ് എം സജി എവിടെയാണ് പഠിക്കുന്നതെന്ന് വ്യക്തിപരമായി എനിക്കറിയില്ല. ജൻഹിത് കോളേജ് ഓഫ് ലോ, നോയിഡ, ഉത്തർപ്രദേശ്. UPയിലെ നോയിഡയിൽ ജൻഹിത് കോളേജ് ഓഫ് ലോയിലെ വിദ്യാർത്ഥിയാണ് ആദർശ് എം സജി. ഈ കോളേജ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റി മീററ്റ്, അതിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജാണ്. അവിടെ കൃത്യമായി NEP ആണ് ഉള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയ സർവകലാശാല, അതിൻ്റെ കീഴിലെ കോളേജാണ് ജൻഹിത് കോളേജ് ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ SFIയുടെ ദേശീയ അധ്യക്ഷന് ദേശീയ വിദ്യാഭ്യാസ നയം, അതിലധിഷ്ഠിതമായ സിലബസ് പഠിക്കാം, കേരളത്തിലെ കുട്ടികൾ പഠിക്കാൻ പാടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഇരട്ടത്താപ്പല്ലേ ASF അടക്കം ഇക്കാര്യത്തിൽ അനുവർത്തിക്കുന്നത്? അല്ല, AESF ഇതിൽ എന്ത് ഇരട്ടത്താപ്പാണ് നടത്തുന്നത്? SFIയുടെ ദേശീയ പ്രസിഡന്റ് ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്നതിന്റെ ഡീറ്റെയിൽ പറയുക, അതിനുവേണ്ടി വർത്തമാനം പറയേണ്ട ആവശ്യം AESFിനില്ല. അത് SFIക്കാരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുക, അതിനകത്തുള്ള അഭിപ്രായം അവർ പറയും. ഞാൻ പറഞ്ഞത് AESFിന്റെ നിലപാടാണ്. ശരി, ഈ കാർഷിക സർവകലാശാല NEP നടപ്പാക്കിയത് അറിയാമോ താങ്കൾക്ക്? കാർഷിക സർവകലാശാല NEP നടപ്പാക്കിയത് താങ്കൾക്ക് അറിയാമോ? ഞാൻ പറയട്ടെ കാർഷിക സർവകലാശാലയിൽ അല്ല, ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ അതിന്റെ രേഖ ഇടപെടാതിരിക്കും. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറയും, കാർഷിക സർവകലാശാലയിൽ NEP നടപ്പിലാക്കി എന്നുള്ള വാർത്ത സമീപ ദിവസങ്ങളിലാണ് ഞാൻ അറിയുന്നത്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. നിങ്ങൾ വളരെ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വളരെ സജീവ സാന്നിധ്യമല്ലേ ASF? വളരെ കൃത്യമായ സജീവ സാന്നിധ്യമല്ലേ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ കീഴിലുള്ള CPIയുടെ കീഴിലുള്ള കാർഷിക വകുപ്പിന് കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ NEP നടപ്പാക്കിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ASF അറിഞ്ഞില്ലേ? ഒരു വർഷമായി. സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയാൻ അവസരം തരും. നിങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇപ്പോ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന NEPയിലെ വരുന്ന ഒരു കാര്യം നടപ്പിലാക്കി എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കപ്പെടുമ്പോൾ അതൊരു NEPയുടെ ഒരു സംഭാവനയൊന്നും അല്ല. അതിനു മുമ്പും പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നിയമനം നടത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഈ കൃഷി വകുപ്പ് ഭരിക്കുന്ന കൃഷി വകുപ്പ് മന്ത്രി അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നടപ്പിലാക്കുന്ന എല്ലാ പരിപാടികളിലും ഒരു കർഷകൻ എല്ലാ വേദികളിലും ഉണ്ടാകണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി അതിനകത്ത് ഇടപെടുന്നയാളാണ്. അങ്ങനെ ഇടപെടുന്നയാള് ഈ പറയുന്ന ഈ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ച വിത്തച്ഛൻ എന്നറിയപ്പെടുന്ന ഒരാളിനെ
അവിടെ ഈ തരത്തിൽ നിയമിച്ചു എന്ന് പറഞ്ഞ വാർത്ത ഈ പറയപ്പെടുന്ന ആളിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് തുല്യമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കരുതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അതൊരു NEP-യുടെ ഭാഗമായി വരുന്ന കാര്യമല്ല. NEP-ക്ക് മുമ്പും അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ച നിരവധി യൂണിവേഴ്സിറ്റികൾ NEP അനുസരിച്ചാണ് ഞാൻ പറഞ്ഞോട്ടെ വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷ ബിരുദ കോഴ്സുകൾ കാർഷിക സർവകലാശാല നടത്തുന്നത്. അത് നിങ്ങൾ അറിഞ്ഞില്ലേ? അല്ല, ഞാനൊന്ന് പറഞ്ഞു, എന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ ഇത് അറിഞ്ഞില്ല എന്ന മട്ടിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അറിഞ്ഞില്ല എന്ന മട്ടിൽ ജനം TV ഒന്ന് വർത്താനം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ കൃത്യമായി പറയും. ഇവിടെ കേരളത്തിൽ തന്നെ 4 വർഷ ബിരുദം നടപ്പിലാക്കിയില്ലേ? കേരളത്തിൽ 4 വർഷ ബിരുദം നടപ്പിലാക്കി. NEP-യുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കരുത് എന്നുള്ള അഭിപ്രായമല്ല ഇപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസം സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നഴ്സറി സ്കൂൾ NEP-യുടെ ഏത് ക്ലോസിലാണ് താങ്കൾക്ക് അഭിപ്രായ ഭിന്നതയുള്ളത്? എനിക്ക് അഭിപ്രായ ഭിന്നതയുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പാർട്ടിയുടെ മുൻ അധ്യക്ഷനായിരുന്ന ഈ BJP-യുടെ മുൻ അധ്യക്ഷനായിരുന്ന ആൾ പറഞ്ഞത് HK-വാറിനെയും ഗോൾവാക്കിനെയും സംബന്ധിച്ച് ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ അത് നിഷേധിക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞില്ലേ? അപ്പോ അത് ഏത് ക്ലോസിലാണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീ ആൻഡസ്, ഏത് ക്ലോസിലാണ് അതൊക്കെ പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ കേരളത്തിലെ ഒരു സെക്കൻഡ് ആൻഡസ് ഒന്ന് തുടരണം. BJP-യുടെ പ്രതിനിധി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു ഇവിടെയുണ്ട്. താങ്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒന്ന് മറുപടി പറയട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. ആൻഡസ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എതിർപ്പാണ് നിങ്ങൾക്ക് PM ശ്രീയിലും NEP-യിലും ഉള്ളതെന്ന് പറഞ്ഞു. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എതിർപ്പ് നിങ്ങൾക്കതിലുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ജനകീയ അടിത്തറയിൽ ജനങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ജനങ്ങളൊന്ന് അംഗീകരിക്കണ്ടേ? എങ്കിലല്ലേ നിങ്ങൾക്ക് ഇതിനെ എതിർക്കാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ. നിങ്ങളെ ജനം തിരസ്കരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഒന്നും അല്ലാത്തൊരു സംസ്ഥാനമായി അറിയത്? എത്ര പേരുണ്ട് പാർലമെൻറ്റിൽ? എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് പറ. അപ്പം നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്ന്. ആ ആവശ്യമില്ലാത്ത പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രമായ എതിർപ്പിൻ്റെ പേരിൽ സാധാരണക്കാരായിട്ടുള്ള നല്ലവരായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ. PM ശ്രീ പദ്ധതിയിലെ ഏത് കാര്യമാണ് നിങ്ങൾക്ക് സുരേന്ദ്രൻ പറഞ്ഞതല്ലല്ലോ കാര്യം. സുരേന്ദ്രൻ പറഞ്ഞ പ്രകാരമാണ് നിങ്ങൾ എല്ലാ കാര്യം തീരുമാനം എടുക്കുന്നത്. സുരേന്ദ്രൻ്റെ അഭിപ്രായം പറയും, BJP-യുടെ അഭിപ്രായം പറയും, കൃത്യമാണ്. AISF-ന്റെ വ്യക്തി എന്ന രീതിയിൽ PM ശ്രീ പദ്ധതിയിൽ ഏതാണ് നിങ്ങൾക്ക് പ്രയാസമായി തോന്നിയത്? NEP 2020-യുടെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും AISF-ന്റെ പ്രതിനിധിക്ക് പ്രയാസമാകാൻ പോകുന്നതും കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേ. അതിലേത് കാര്യമാണ് നിങ്ങൾക്ക് വലിയ വിഷയമായി തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാലോ. ഓക്കെ, ഞാനത് പറയാം. അതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു. NCERT പാഠഭാഗങ്ങളിൽ വന്ന തിരുത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഗാന്ധിവധം എടുത്തു കളഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഗാന്ധിവധം എടുത്തു കളഞ്ഞു. എന്തിനാ ഗാന്ധിവധം എടുത്തു കളഞ്ഞത്? ഗുജറാത്ത് കലാപം എടുത്തു കളഞ്ഞു. എന്തിനാ ഗുജറാത്ത് കലാപം എടുത്തു കളഞ്ഞത്? ഇതൊന്നും PM ശ്രീ പദ്ധതി അല്ല. ഞാൻ ചോദിച്ച ചോദ്യം വളരെ സ്പെസിഫിക് ആണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. ഇവരുടെ NEP 2020 പഠിച്ചിട്ടില്ല, അതാണ് അതിന്റെ സത്യം. എന്താ? എങ്ങനെയാണ്? അവര് വായിച്ചിട്ടില്ല. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞോളൂ, നിങ്ങളുടെ ആശങ്ക ഒന്ന് കേൾക്കാനാണ്. ശരി. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ നയവും സമീപനവും എന്താണെന്ന് ഒരു മതനിരപേക്ഷവാദി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ. എങ്ങനെയാണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതെന്ന എങ്ങനെയാണ് ആ വന്ന വഴി ധാരണയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതാണ് NEP-യിലുള്ളത്. NEP 2020-യിലുള്ളത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നിങ്ങൾ ഈ പറഞ്ഞ കാര്യമാണ് NEP 2020-യിലുള്ളത്. അതാണോ PM ശ്രീയിലുള്ളത്? പറ സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ശേഷം നിങ്ങൾ ഇതൊരു മര്യാദയല്ലേ ഇത്? അല്ല, ആൻഡസ് പറയൂ, താങ്കളുടെ ആശങ്ക പറയൂ. PM ശ്രീയെ കുറിച്ച് താങ്കളുടെ ആശങ്ക എന്താണെന്ന് പറയൂ. അതെ, ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ഈ ചർച്ച നിയന്ത്രിക്കുന്നയാൾ അദ്ദേഹത്തോടൊന്ന് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയണം. കാരണം ഇതൊരു മര്യാദകേടാണ്. ഒന്ന് ഞാൻ ചർച്ചയെ തുടരണമെന്ന് പറയണം. ഇതിനകത്ത് ഞാൻ ലീവായി. താങ്കൾക്ക് പറയാനുള്ളത് പറയൂ. വർത്തമാനം പറയരുത്, അതാ പറഞ്ഞത്. പറയൂ, താങ്കളുടെ ആശങ്ക എന്താണ്? ഗാന്ധിവധം സിലബസിൽ നിന്ന് ഒഴിവാക്കി, അടുത്തത് പോരട്ടെ. അടുത്ത ആശങ്ക ഞാൻ പറയാം. ഇത്തരം വിഷയങ്ങളുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലക ശക്തി എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ. അവർക്ക് കൃത്യമായി ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ഇടയ്ക്ക് ഇടപെടലൊന്ന് പറയൂ. അദ്ദേഹം ഒന്ന് സംസാരിക്കട്ടെ. ഒരു സെക്കൻഡ്, താങ്കൾക്ക് മറുപടി പറയാം. അപ്പോ
ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞങ്ങൾ അതിനെ കാണുന്നു. അതായത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് നാളത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാറും. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് അദ്ദേഹത്തിന് പറയാമായിരിക്കും, നിങ്ങൾക്കും പറയാമായിരിക്കും, കാരണം നിങ്ങളുടെ ചാനൽ നിയന്ത്രിക്കുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, അതൊന്നും ഇവിടെ ഒരു ഫാക്ടേ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങൾ സവർക്കറേയും ഗോൾവാർക്കറേയും നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പഠിപ്പിക്കും, നമുക്ക് തോന്നിയത് പഠിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ പിന്നിൽ രാഷ്ട്രീയം എന്താ? അതിന്റെ പിന്നിലെ രാഷ്ട്രീയം ഈ പറയപ്പെടുന്ന PM ശ്രീ വഴി നടപ്പിലാക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയം. അങ്ങനെ സവർക്കറേയും ഗോൾവാർക്കറേയും കുറിച്ച് പഠിക്കാനാണോ ഈ കുട്ടികൾ ഗാന്ധിയെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചും ഒന്നും പഠിക്കാതെ സവർക്കറേയും ഗോൾവാർക്കറേയും കുറിച്ച് പഠിച്ചിട്ടാണോ ഈ കുട്ടികൾ വളർന്നു വരേണ്ടത്? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അജണ്ട ഇതാണ്. NCERT പാഠഭാഗങ്ങളിൽ വന്ന വെട്ടിത്തിരുത്തലുകൾക്ക് സമാനമായി ഈ പറയപ്പെടുന്ന രീതിയിൽ ഉണ്ടാവും. പരിണാമ സിദ്ധാന്തം അടക്കമുള്ള വിഷയങ്ങൾ എടുത്തു കളഞ്ഞു. എന്തിനാ എടുത്ത് കളയുന്നത്? അതൊന്നും പഠിക്കണ്ടേ കേരളത്തിലെ വിദ്യാർത്ഥികൾ? NCERT പാഠഭാഗം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതൊന്നും പഠിക്കുന്നത്? സമാനമായ സാഹചര്യം അതിന് സമാനമായ PM നടപ്പിലാക്കുന്നത് വഴി അതിനകത്ത് കരിക്കുലത്തിൽ അവർ മാറ്റം വരുത്തും. ഒരു അധികാരവുമില്ല എന്ന് കഴിഞ്ഞ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ കേരളത്തിലെ സർവകലാശാല നടന്നു. നിങ്ങൾക്കാണോ ഈ പറയപ്പെടുന്ന PM ശ്രീ പദ്ധതി വഴി നിങ്ങളുടെ അജണ്ട ഒഴിച്ചു നടത്താൻ കഴിയാത്തത്? മറുപടി പറഞ്ഞു. ഒരു സെക്കൻഡ്. ഓക്കെ, പറയൂ പെട്ടെന്ന് പറയൂ. പെട്ടെന്ന് മറുപടി. അതായത് കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം കെ സുരേന്ദ്രൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യങ്ങൾ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രതിനിധി ഈ NEP 2020 എന്താന്ന് ഒരു ചൂക്കും ചുണ്ണാമ്പും ആ മനുഷ്യന് അറിയില്ലെന്ന് വെറുതെ വെച്ച് കലക്കുകയാണെന്ന് അദ്ദേഹം നിരന്തരമായി കഴിഞ്ഞ 3-4 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അതേ വാദങ്ങൾ തന്നെയാണ് എന്താണെന്ന് അറിയണ്ടേ? ഇതിനെക്കുറിച്ച് ഒരു ലെവലേശം പോലും ബോധമില്ലാത്ത ഈ വർഗം ഇന്ന് കാണിക്കുന്ന ഈ നിലപാടിനെതിരെയാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത്. കെ സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാ വ്യക്തികളും കൃത്യമായി ഇത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിലൊരു പ്രയാസവുമില്ല. ഇത് ജനങ്ങൾക്ക് ആവശ്യമാണ്, കുട്ടികൾക്ക് ആവശ്യമാണ്, കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ നേരത്തെ പ്രസംഗിച്ച വിദ്വാൻ ഉണ്ടല്ലോ, ASFന്റെ ആ വിദ്വാൻ ഈ NEP എന്താണെന്ന് അറിയില്ല, ആ വിദ്വാൻ ഈ PM ശ്രീ പദ്ധതി എന്താണെന്ന് അറിയില്ല. വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയുക ഞങ്ങൾ ഇടതുപക്ഷം. ഈ തട്ടിപ്പിനെയാണ് നമ്മൾ പൊളിച്ചിറക്കേണ്ടത്. അതുകൊണ്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം 9ാം ക്ലാസ്സിൽ വീണ്ടും പഠിപ്പിച്ചില്ല. അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞത്. NCERTയുടെ കാര്യം പറഞ്ഞത് അത് PM ശ്രീ പദ്ധതി. ഇതിനൊക്കെ പലതവണ പല ഘട്ടങ്ങളിൽ ഇവർക്കൊക്കെ മറുപടി പറഞ്ഞു പോയിട്ടുള്ളതാണ്. പഠിക്കാൻ പറയൂ, 4 വരി പഠിക്കാൻ പറയൂ. ഇവരത് പഠിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം.